അതാ എന്താ അതെന്താ ചുരുണ്ടക്കണ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. കോഴിക്കോടേക്ക് പോവാ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഷോൾവേഡ് അപ്പം ഇന്ന് ബസ്സിനാണ് ഞങ്ങൾ പോണത്. പ്രിയദർശിനി കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കോ അറിയില്ല അല്ലേ. ഒന്ന് കയറി വെക്കാം. അപ്പം ലൈഫിൽ ആദ്യമായിട്ട് പ്രിയദർശിനി കയറാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ. നമുക്ക് ഫ്രീ ആക്കിയതല്ലേ, അപ്പം എന്തായാലും കയറാമല്ലോ സൂഹി. പ്രിയദർശിനി പോയിട്ട് സാധാ ബസ് പോലും കാണാനില്ല. ഇത് പ്രിയദർശിനി ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മൾ ഫൈനലി ഞങ്ങളെ വീട്ടിലേക്ക് നടന്നുകൊണ്ടൊക്കെ ബസ്സൊക്കെ ഇറക്കി. ഞമ്മക്ക് പ്രിയദർശിനി കിട്ടിയില്ലല്ലേ സൂഹി. ഞങ്ങളാകെ ശശിയായി. പ്രിയദർശിനിയിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പോയ ഞങ്ങളാ. എന്തൊരു തിരക്കാണറിയോ, കയറാൻ പറ്റണ്ടേ. ഞാൻ കയറിയില്ല, ഒരു തിരക്കുണ്ടോ തന്നെ ഞാൻ ഓളേറ്റും കൂടെ ഇറങ്ങി. മറ്റേത് കയറിയാൽ കൊടുങ്ങും, സീറ്റൊന്നും കിട്ടില്ല. കുട്ടിയൊന്നും ഇല്ലാത്തപ്പോൾ ഒരു ദിവസം ഒരു കൈ നോക്കണം ഇൻഷാ അല്ലാ. സൂഹി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി, അതിൻ്റെ മൂഡിലാണിപ്പോൾ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഈ സ്ഥലത്തിൻ്റെ ഇവിടെ കുറേ ഡോഗുകളുണ്ട്. പലതരത്തിലും പല രൂപത്തിലും കുറേ ഡോഗ്സ് ഉണ്ട് ഇവിടെ. ഈ സമയത്താണ് കെട്ടുവരെ മിസ് ചെയ്യാം. പോക്കുവരവ് കോഴിക്കോട് നിന്നും മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടേക്ക് കുറച്ച് ടാസ്ക്കാണ് പോക്കുവരവ്. കെട്ടിയുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആളുണ്ടെങ്കിൽ കൊണ്ടാക്കി തരാൻ ആരുമില്ല. നമ്മൾ മാത്രം ഒറ്റക്ക് ബസ് കയറാം പോവാ അവസ്ഥ. അതാ വരുന്നേ. നമ്മൾ വരുമ്പോൾ അതാ കണ്ടതാ സ്കൂളിട്ട് വരുന്നവരുടെ. ഞങ്ങളെ വീട്ടിലെ തടിയൻ സ്നേഹം കാട്ടാ. ഇങ്ങോട്ട് വാ. അതാ നിങ്ങളെ ഇയാൻ. ഞങ്ങളിങ്ങനെ വരേണ്ട ടൈമിലാണ് കേട്ടോ ഉമ്മാനെയും ഇയാനെയും കണ്ടത്. ഉമ്മ എൻ്റെ കുട്ടിയും റിയാദും. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ റൂം. ഓ, ഇത് കണ്ടോ തന്നെ ഒരു സമാധാനം. ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ തുറന്നു നോക്കേണ്ട ഒരു സാധനമാണ് ഗായ്സ്. ഇതിൽ ഐസ്ക്രീം ഉണ്ട്, അതും ഷുഗർ ഫ്രീ ആണ് കേട്ടോ. കഴിച്ചു നോക്കാം ഗായ്സ്. പർദ്ദ ഊരിടാൻ നേരമില്ല, അപ്പോൾ ഇതിനും തിന്ന് നോക്കാം കേട്ടോ. നല്ല ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആട്ടോ. നല്ല രസമുണ്ട്. ഷുഗർ ഫ്രീ ആയതുകൊണ്ട് കഴിക്കാം. സൂപ്പർ. ഇത് ഞാൻ പുതിയ വാങ്ങിയ ഫിഷ് ആട്ടോ. നല്ല ഭംഗിയുള്ള ഫിഷസ് ഉണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് ചെക്കിങ് ആണ് കേട്ടോ. കറിയൊക്കെ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. സോറി, ചിക്കനല്ല, നല്ല ബീഫ് കറിയാണ് കേട്ടോ. ഉപ്പേരുണ്ട്, നല്ല പപ്പട ഉണ്ട്. ഇത് ആരുണ്ടെന്നാ മുട്ടായ? ആരുണ്ടെന്നാ? ഒക്കെ നല്ല അടിപൊളി മിഠായികൾ കേട്ടോ. കുറേ മിഠായികളുണ്ട് കേട്ടോ. നമുക്ക് തിന്നോ. നെക്സ്റ്റ് കിൻഡർ ബ്യൂനോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് സൂയിക്കും ഒന്ന് മമ്മക്കും. ഓക്കെ, നല്ല രസമുണ്ട്. നെക്സ്റ്റ് പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന പശുവിൻ്റെ മുട്ടായി എന്ന് പറയുന്ന സാധനമല്ലത്. എനിക്കിത് വലിയ ഇഷ്ടമില്ല കേട്ടോ. പണ്ടത്തെ ആ ടേസ്റ്റ് ഇപ്പോൾ കിട്ടണില്ല. എൻ്റെ കെട്ടിയും കൊണ്ടുവന്നതിനും വലിയ രസമില്ല കേട്ടത്. ഇതും അതേപോലെ തന്നെ. നെക്സ്റ്റ് ഇതെന്താ, ചോക്കോഡേറ്റ് പിസ്താഷ്യോ.
ഇതും കൂടി അൺബോക്സ് ചെയ്യാം കേട്ടോ. വാവ്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്കും നല്ല രസമല്ലേ? രസമുണ്ട്. ഇത് നല്ല ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ എക്ലെയറിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും ഒരു ഒരു ക്രിസ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. എക്ലെയർ മാത്രമല്ല കേട്ടോ, ഇതിലൊരു ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇത് തിന്നോ പിന്നെ തിന്നോ അത്. ഇത് നേരത്തെ ആ മിഠായി നോക്ക് എല്ലാം കൂടി കണ്ടപ്പോഴേ എല്ലാം കൂടെ തിന്നണം. നല്ല രസമുണ്ട് കാണാൻ. കഴിച്ചോക്കാം. ഇതും നേരത്തെ ഏകദേശം ആ ഒരു ടേസ്റ്റ്, പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പൊ എല്ലാ ചോക്ലേറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഒക്കെ ഒരു ഒറിജിനൽ ഫീല്. ഡൂപ്ലി ഇല്ല കേട്ടോ, എല്ലാം ഒറിജിനലാ. ഇനി ബാക്കിയുള്ള മിഠായി ഫ്രിഡ്ജിലേക്ക് വെക്കാട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഞങ്ങൾ മാങ്ങ കണ്ടു ഗൈസ്. കുറേ മാങ്ങ ഉണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് മാങ്ങ തിന്നാന്ന് വിചാരിച്ചു. മാങ്ങയുണ്ട്, അതിൻ്റെ ഉള്ളിൽ സബർജലുണ്ട്. സബർജൽ പിന്നെ തിന്നാം. തൽക്കാലം മാങ്ങ തിന്നാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവള് തിന്നാനായിട്ട് വരാം അങ്ങോട്ടേന്ന്. സംഭവം അതൊന്നുമല്ല, ഫ്രിഡ്ജിലിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തിന്നാതിരിക്കാൻ പറ്റില്ല. മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ സൂഹിക്ക് കിൻഡർ ജോയിൻ്റെ ഡബരനുണ്ട് ഇവിടെ. അപ്പം വരുമ്പോഴേ അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ട വേണം വേണം. അപ്പം അതൊന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്ട്. സൂഹി, നമ്മൾ എവിടുക്കാ പോണേ? ഇവിടെ അടുത്ത കടയൊക്കെയല്ലേ പോണത്? ഞങ്ങൾ എത്ര സ്റ്റൈലാക്കണേ? മതി പോവാ, മരുവായിട്ടോ. വേവാ, ഇവിടെ ഭയങ്കര സ്റ്റൈലാക്കല്ലാണ് പണി. നമ്മൾ കുറേ യൂസ് ചെയ്തിട്ട് സാധനം കാണിച്ചിട്ടേ ഗൈസ്. ഓർമ്മയുണ്ടോ? ഫെയർ ആൻഡ് ലവ്ലി, സോറി ഫെയർ ആൻഡ് ലവ്ലി അല്ല, ഇത് ഗ്ലോ ആൻഡ് ലവ്ലി ആണ് കേട്ടോ. ഞാൻ കുറച്ചൊന്നത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. വാ, ജാമ്പക്കൊന്നുമില്ല ഗൈസ്. എൻ്റെ വീട്ടിലെ ജാമ്പക്ക മരത്തിലുള്ള ജാമ്പക്കൊക്കെ കഴിഞ്ഞു. കുറേ ഉണ്ടായിന് കേട്ടോ, ഒക്കെ പോയി. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് നല്ല മഴ കേട്ടോ. മഴ കണ്ടപ്പോൾ ഞങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പോയി വരാനൊക്കെ സുഖമാണ്. മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ വെള്ളമായി. നേരത്തെ വരുമ്പോൾ വലിയ വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയി വന്ന് സൂഹിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ മഞ്ചാടിയും പിന്നെ ഈ കിൻഡർ ജോയിൻ്റെ അപരം എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ അമ്മക്ക് ഭയങ്കര പ്രശ്നമുണ്ടോ ഇവിടെ തിന്നണത്. അപ്പം ഉമ്മ ഒളിച്ച് പാത്തിട്ടപ്പം തിന്നാൻ വേണ്ടി പോണം. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ഉപ്പിലിട്ട സുർക്കൻ്റെ വെള്ളം കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം. ഓളക്കാളും ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംഗതികളൊക്കെ പൊളിച്ചു നോക്കാന്ന് അറിയാം കേട്ടോ. അപ്പം എന്താണെന്ന് അറിയാം, അതിലെന്താണെന്ന് അറിയാം. ഒന്നിൽ എന്തെങ്കിലും മിഠായി ഐറ്റംസ് ഉണ്ടാവില്ല, പിന്നെ ഒരു ടോയ്സ് ഉണ്ടാവും. ടോയ്സ് ആയാലും നല്ല ക്വാളിറ്റിയിൽ ടോയ്സ് ആയിരിക്കും കേട്ടോ. 20-ൻ്റെ ഉണ്ട്, 15-ൻ്റെ ഉണ്ടാവും. പക്ഷെ 15-ൻ്റെ ഒന്നും ഉണ്ടാവില്ല, ഒരു റിങ് മാത്രം ഉണ്ടാവും. പക്ഷെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. നോക്കെന്തായാലും കുലുങ്ങുണ്ട്. അപ്പോൾ ഇതിലായി കാരണം ടോയ്സ് ഉണ്ടാവും. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഷോപ്പ് വരുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി, അടുത്ത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോലെ അധികം ഇതൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി ഞാൻ സൂഹി ഇങ്ങനെ മിഠായി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോലുണ്ട് കേട്ടോ. ഓഹോ, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല സൂഹി. ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? ഇതിലൊക്കെ ഒരു സ്നേക്ക്. ഇഷ്ടമായോ? പാമ്പാണ്. പാമ്പ്, സ്നേക്ക്. നമുക്ക് ഉമ്മമ്മനെ പേടിപ്പിക്കാൻ വെച്ചിട്ടോ. ഉമ്മമ്മക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഈ സാധനം. കട്ടുമ്മ വെച്ച് പേടിപ്പിക്കാം. അതെന്താ പാമ്പോ? അതാ എന്താ അതെന്താ ചുരുണ്ടൊക്കണ?
ഉമ്മാനെ നമ്മളിപ്പോ പറ്റിച്ചിട്ടോ. ഉമ്മ ചോദ്യം കയറ്റി വരുന്നുണ്ട്. ടോയ്സ് ആണ് ഉമ്മ, ടോയ്സ് ആണ്. പേടിച്ചോ? അപ്പൊ ഉമ്മ നല്ല പേടിച്ചിട്ടോ. അത് വെച്ചപ്പോ ഉമ്മക്ക് പറഞ്ഞില്ല, പാമ്പെന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ള സാധനമാണ്. അത്രയും കെയർ ചെയ്തിട്ടാണ് ഈ വീട് കൊണ്ടെടുക്കുക. കാരണം ഇവിടെ എല്ലായിടത്തും പാമ്പുള്ള സ്ഥലമാണ്. അത്രയും കെയർ ചെയ്തിട്ടാണ് ഉമ്മ ഈ വീട് കൊണ്ടെടുക്കുന്നുണ്ടോ. അതിൽ പോലും ഇതും തുറക്കൂല, ജനലൊക്കെ ഏത് നേരം അടച്ചിട്ടുണ്ടാണ്. അപ്പം നെക്സ്റ്റ് ഇതിൽ ഇവിടെ കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും കാണുന്നവരെ Bye. Goodbye.